അപ്പോൾ അങ്ങനെ പൂരം ഇങ്ങനെ ആവേശത്തോടെ കൊട്ടിക്കയറുന്നതും ഓരോ വട്ടവും പൂരത്തിന് പ്രായം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രായം കുറഞ്ഞു വരികയാണല്ലോ. അതെ, എന്തായാലും അങ്ങനെ കുറഞ്ഞു വരുന്നത്. ആ അപ്പോൾ പൂരം എന്ന് പറയുമ്പോൾ പൂരത്തിന് വരുമ്പോൾ പിന്നെ നമുക്ക് പൂരത്തിന് പ്രായമില്ല. ഇപ്പോൾ 200 വർഷം 250 വർഷം എന്നൊക്കെ പറഞ്ഞാലും വരണവൻ്റെ മനസ്സ് എവർ ഫ്രഷാണ്. കാരണം വെച്ചാൽ തൃശ്ശൂർ നഗരം ഹസ്തിനപുരം ആയി മാറുന്നതാണ് തൃശ്ശൂർ പൂരം. ഹസ്തി എന്ന് പറഞ്ഞാൽ ആന, ആനകളെന്ന് പറഞ്ഞ് ഹസ്തിനപുരമായി കരിക്കുലം, കരി എന്ന് പറഞ്ഞാൽ ആന, കരിയുടെ കുലം. അപ്പോൾ ആനകളുടെ കുലം കരിക്കുലം ഹസ്തിനപുരമായി മാറുന്നതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രഥമവും പ്രാഥമികമായിട്ടുള്ള കാഴ്ച. പിന്നെ ആ ആനകളെ അലങ്കരിച്ചിട്ടുള്ള എഴുന്നള്ളിപ്പ്, അതിനോടുള്ള വാദ്യങ്ങൾ, അതിൻ്റെ വെടിക്കെട്ട്, പന്തൽ, എക്സിബിഷൻ, ബീവറേജ് നഗരപരിസര ക്ലോസ് ആണെങ്കിലും മറന്നുപോയി അടിക്കേണ്ട ഒരു സമയം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഏത് തരത്തിൽ ഏത് തലത്തിൽ ആസ്വദിക്കണോ അതിന് വേണ്ട വിഭവങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു സംഗതിയാണ് പൂരം. പൂരം എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. പൂര തല്ല് എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, പൂര തെറി എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനും തെറി വിളിക്കുക. അതാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രോട്ടോക്കോളില്ല ഒന്നും ഇല്ലാണ്ട് നടക്കാവുന്ന ഒരവസ്ഥയാണ് പൂരം. അതിന് വിഘ്നം വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് മാത്രം നമ്മൾ അത്ര പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഒരു കേടില്ല തൃശ്ശൂർ പൂരത്തിന്, ഒരു കേടുള്ളൂ അത്ര, അത് ബാരിക്കേഡാണ്. ഇത്തവണ എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരുന്ന ഇവിടെയായിരുന്നു VIP പവലിയൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം അത് VIP. ഞാനാണ് ഇതിനെ ആദ്യമായിട്ട് മദാമത്തറ എന്ന് വിളിച്ചത്. സായിപ്പന്തറ മദാമത്തറ. സായിപ്പിന് മദാമിക്ക് ഇരിക്കാൻ വേണ്ടി അത് കെട്ടിയത്. പിന്നെ സായിപ്പ് മദാമി ഇല്ലാണ്ടാവുകയും നാടൻ സായിപ്പും നാടൻ മദാമിയും കയറിയിരിക്കുകയും ചെയ്തു. അത് വിഷ്വലിന്, ഈ മനോഹരമായ ഇറക്കത്തിൻ്റെ വിഷ്വലിനെ തടയും. ഇപ്പം അവിടെ കേട്ടിട്ടുണ്ട്, അത് തടയുമെന്ന് അറിയില്ല. ഇത് അനുവദിക്കാൻ പറ്റില്ല. ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഈ കുടമാറ്റം കാണാവുന്ന സാഹചര്യത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സംഭവം അനുവദിക്കാൻ പാടില്ല. അത് പൂരത്തിൻ്റെ ജനകീയ എലമെൻറ്റിനെ നശിപ്പിക്കുന്നതാണ്. അത് സമ്മതിക്കാൻ പാടില്ല. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വലിയ ആശങ്കകൾ, പൂരപ്രേമികൾക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആനകളുമായി ബന്ധപ്പെട്ട ഒരു ഫിറ്റ്നസ്, അതായത് ആനശങ്ക ഉണ്ടായിരുന്നു. എന്ന് വർണ്ണത്തിൽ ആശങ്ക അല്ല, എന്ന് വർണ്ണത്തിൽ ആനശങ്ക. എഴുന്നള്ളിക്കാൻ പറ്റുമോ, ആന ഫിറ്റാവുമോ? മനുഷ്യർ ഫിറ്റാവും, പക്ഷെ ആന ഫിറ്റാവും എന്നുള്ള കാര്യത്തിന്. അപ്പം അങ്ങനെ അതൊക്കെ എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ വളരെ സജീവമായിട്ട് ഉത്സാഹിച്ച് ആ തടസ്സമൊക്കെ മാറ്റിയിട്ടുണ്ട്. കോടതിയുടെ ഉത്തരവുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും പൂരം ആഘോഷിക്കാൻ പറ്റില്ല. ഫ്രീ ആയിട്ട് നടക്കണം. 6 മീറ്റർ ദൂരെ പോകാൻ പോരെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ എങ്ങനെ അളന്നിട്ട് പൂരം ആഘോഷിക്കാൻ പറ്റുമോ? അളന്നിട്ട് ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചിരിയുടെ ഫ്രീ ആണ്. അതുപോലെ പൂരം എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. അതാ, അങ്ങനെ ഫ്രീഡം വേണം, ബഹുസ്വരത വേണം, സ്വാതന്ത്ര്യം വേണം, ആസ്വദിക്കാനുള്ള ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കാം. എന്താ ഇഷ്ടം വെച്ചാൽ ആസ്വദിക്കാം. ഒന്നുമില്ലാത്തൊരു അവിടെ വെറുതെ റോഡിൽ പോയിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്ത് വേണമെങ്കിൽ ചെയ്യാൻ വെച്ചാൽ തോന്നി എനിക്ക് അർത്ഥമില്ല. അവനവൻ്റെ മനസ്സിനിണങ്ങുന്ന മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ സൃഷ്ടിക്കാണ് പൂരം എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളൊക്കെ കൂടുതൽ ആളുകൾ നമ്മൾ ശാസ്താവിന്റെ വരവിൽ കാണുന്നു. ആളുകൾ വരാതിരിക്കും. ഇത്ര വലിയൊരു ഇത് തൃശ്ശൂർ പൂരത്തെ പറ്റി ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്നാണ്, ഊഴിയിലെ ഏറ്റവും ബൃഹത്തായ കാഴ്ച എന്നാണ് വിഷയം. അത് കാണാൻ ആൾക്കാർ വരില്ലേ? ഇത് എവിടെയൊക്കെയോ ഇത് വിദേശികൾ വരും. ഇത് എവിടെയൊക്കെയോ ഈ ദേശത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെ അതിർത്തികളൊക്കെ ലംഘിച്ചുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്ന, സൗന്ദര്യത്തിൻ്റെ ഒരു സാമ്രാജ്യത്വമാണ് തൃശ്ശൂർ പൂരം. അത് തെറ്റല്ല, നല്ലതാ. മറ്റേ സാമ്രാജ്യത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. സൗന്ദര്യ സാമ്രാജ്യമാണ് തൃശ്ശൂർ പൂരം. അതെ, എന്തായാലും പൂരം അപ്പോൾ എന്തെങ്കിലും തകർക്കും. പൂരം തകർക്കും, ഉറപ്പാണ്. അപ്പോൾ ഉഷാറായിട്ട് പൂരം തകർക്കട്ടെ. നമ്മളും ഇവിടെയുണ്ട്. വൈകുന്നേരത്തെ കുടമാറ്റം, വെടിക്കെട്ട് എല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എല്ലാം മെഡിക്കറ്റിന് നിൽക്കില്ല. വൈകുന്നേരം കഴിഞ്ഞാൽ പോകാൻ നാളെ വേറെ ചെങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പം അതിന് പോകണം. അതുകൊണ്ട് ഇതിന് പോകും. പിന്നെ വെടിക്കെട്ട് എനിക്ക് കുറച്ച് ഭയമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പഴയ കാലത്തും വെടിക്കെട്ട് റൗണ്ടിൻ്റെ പുറത്തുനിന്നേ ആസ്വദിക്കാറുള്ളൂ. ഒരു ഉൾഭയം ഉണ്ട്. അത്രേ ഉള്ളൂ. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൂരം ആശംസ. ഫാമിലി മെമ്പറാണ്. അതെ, ഞാൻ കുറേ വർഷം ഞാനോട് ടെലികൂത്തോണ്ട് പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചാക്യാർ കൂടിയാണ്. അപ്പോൾ എന്തായാലും പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. നന്ദേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്ന, എല്ലാവരെയും ഒത്തൊരുമയുടെയൊക്കെ വലിയ സന്ദേശം നൽകുന്ന പൂരം, അത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തെ വ്യത്യസ്തമാക്കുന്നത്. അത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തെ പൂരമായിട്ട് തന്നെ തൃശ്ശൂരിൻ്റെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു തിലകക്കുറിയായി തന്നെ നമുക്ക് ലോകത്തിന് മുന്നിലേക്ക് നമ്മൾ കേരളത്തെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ കൃത്യമായ രീതിയിൽ പറയാൻ കഴിയും. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെച്ചത്, അല്ലേ? അതെ,